നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒറ്റ നിലയിലായിട്ട് ഒരു പണിതിട്ടുള്ള ഒരു നാലുകെട്ടിന്റെ വിശേഷങ്ങളാണ്. ഇത് ഏതാണ്ട് മാവേലിക്കരയ്ക്ക് അടുത്ത് കല്ലുമല എന്നുള്ള സ്ഥലത്താണ് ഈ വീട് പണിതത്. ഈ 2008 ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ അത് ഒരു നല്ല വീടാണ്, ഒറ്റ നിലയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വീടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വാസ്തുപരമായിട്ടുള്ളതും അതിൻ്റെ നിർമ്മാണ ശൈലിയെക്കുറിച്ചുമുള്ള ഏകദേശ രൂപം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ഇത് ഒരൊറ്റ നിലയായിട്ട് ഏതാണ്ട് 50 സെന്റിൽ കൂടുതലുള്ള ഒരു പുരയിടം, അങ്ങനെയുള്ള ഒരു വസ്തുവിൽ ഒരു നാലുകെട്ട് വീടാണ് ഞാനിവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് 2008 ഈ വീട് പൂർത്തിയായത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് തച്ചുശാസ്ത്ര വിധിപ്രകാരം കേരളീയ ശൈലിയിലുള്ള ഒരു വീട് അവർക്ക് വേണമെന്നും അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി അതിനെ നിർമ്മാണത്തിലോട്ട് കടന്നു. അതിൻ്റെ പൂർത്തീകരണം വരെ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഉള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഞാനിത് പിന്തുടരുകയും ഇന്ന് ഈ 2008 മുതൽ 2025 പൂർത്തിയാകുന്ന ഈ സമയത്ത് ആ വീട്ടിൻ്റെ അനുഭവം തന്നെ അവർ ഇതിനോട് പങ്കുവെക്കുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സതീഷ് ദമ്പതികളുടെ ഒരു വീടാണ്. അവർക്ക് ഒരു മകളാണുള്ളത്. ആ കുട്ടികളും ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് എന്താണ് പറയുന്നത്, എനിക്കിതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വാസ്തുവിദ്യ അവഗണിക്കപ്പെട്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്ന ഒരവസരത്തിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഇന്ന് 30 വർഷത്തോളം അനേകം നാലുകെട്ടുകൾ കേരളത്തിനകത്തും പുറത്തും ഞാൻ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് അതിൽ താമസിക്കുന്നവരുടെ അനുഭവം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ ഇടയ്ക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത്. ഞാൻ പലപ്പോഴും ഈ യൂട്യൂബിൽ കൂടി ഞാൻ ഒരുപാട് TV പ്രോഗ്രാം ഈ തുടക്കം മുതൽ 2000 മുതൽ എല്ലാ ചാനലിലും കേരളത്തിലുള്ള ഏഷ്യാനെറ്റ് മുതൽ അന്നുണ്ടായിരുന്ന കൈരളി, ഏഷ്യാനെറ്റ്, അമൃത, പിന്നെ അങ്ങനെയുള്ള മിക്കവാറും എല്ലാ ചാനലിലും എൻ്റെ വീടുകളെ പറ്റി വളരെ നല്ല എലിവേഷനോട് കൂടി അതിൻ്റെ വിശദീകരണം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത്തരം വീടുകൾ കുറച്ചുകൂടി ആൾക്കാർക്ക് പരിചയപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് വഴി ഈ വീടുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്, ഇതിൻ്റെ ഒരു പ്രോത്സാഹനം വേണ്ടത്. ഇതിനകത്ത് സബ്സ്ക്രൈബും അതുപോലെ ലൈക്കും ഒക്കെ ചെയ്ത് വെറുതെ കൂട്ടാനല്ല, ഇത് ജനങ്ങളിൽ എത്തണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കാണുന്നവർ പരമാവധി ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയറും ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം അതുകൊണ്ട് ഉണ്ടാവുള്ളൂ എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ വീട് ഏതാണ്ട് 50 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു നല്ല നാലുകെട്ട് വീടാണ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇതിനകത്ത് 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. എന്നാൽ മറ്റ് സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 2704 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 521 സ്ക്വയർ ഫീറ്റുള്ള ഒരു ടവർ റൂം അടക്കമുള്ള 3225 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ മൊത്തം ബിൽട്ടപ്പ് ഏരിയ. ചുറ്റളവ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 89 കോൽ 16 അங்குലം എന്നുള്ള പഞ്ചയോനി അല്ല വൃഷഭയോനിയുടെ ഒരു കണക്ക് കൊടുത്താണ് ഈ വീട് ഞാൻ വാസ്തുപരമായി അതിൻ്റെ ചുറ്റളവ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 5ൻ്റെ കണക്ക് ആകുമ്പോൾ നമുക്ക് ദ്വിജോനിയും പഞ്ചയോനിയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും നാലുകെട്ടിനൊക്കെ. അപ്പോൾ നാലുകെട്ടിൻ്റെ ആ സ്വഭാവം അനുസരിച്ചിട്ട് ഈ പഞ്ചയോനിയുടെ കണക്ക് കൊടുക്കുന്നു. അത് 89 കോൽ 16 അங்குലം എന്നുള്ള ഒരു ചുറ്റളവാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 89 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കിലേക്ക് അതിൻ്റെ ചുറ്റളവ് ക്രമീകരിച്ച് രണ്ട് പിന്നെ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ 2 എക്സ്റ്റൻഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പടിഞ്ഞാറ് വശത്തും ഉണ്ട്. അതോടൊപ്പം മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വടക്കോട്ടാണ്. അപ്പോൾ വടക്കുന്നാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് 3 ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞത്
തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളെ കന്നിമൂല ആ ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 6 കോൽ 22 അங்குലവും 5 കോൽ 14 അങ്കുലവും എന്നുള്ള ഒരു കണക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ 498 ഇൻറ്റു 402 എന്നുള്ള ഒരു അളവാണ് ആ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർത്ത് ഒരു ഡ്രസ് ഏരിയ, ഒരു ടോയ്ലറ്റ്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 6 കോൽ 6 അങ്കുലവും 4 കോൽ 14 അങ്കുലവും എന്നുള്ള ഒരു കണക്കിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിലും ഒരു ഡ്രസ് ഏരിയയും ഉണ്ട്, ഒരു ടോയ്ലറ്റും ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 5 കോൽ 6 അങ്കുലവും 4 കോൽ 22 അങ്കുലവും എന്നുള്ള ഒരു കണക്കിനാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് കൂടാതെ പ്രധാനമായിട്ടും 2 പ്രൊജക്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റിൽ വരുന്ന പോർട്ടിക്കോ പോലെ ആദ്യം വീട്ടിൻ്റെ ദർശനം അനുസരിച്ച് പടിഞ്ഞാറോട്ട് ആണ് ഇത് കയറുന്നത്. അവിടെ നമുക്ക് അതിനകത്ത് ഒരു പൂമുഖം പോർട്ടിക്കോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വരാന്തയുണ്ട്, ഒരു എൽ ഷേപ്പിലുള്ള ഒരു വരാന്ത, മറുവശത്ത് ഒരു കാർ പോർച്ച്. അത് കഴിഞ്ഞ് പ്രധാന വാതിൽ കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് ഹാളാണ്. അത് എൻ്റെ കണക്കെന്ന് പറയുമ്പോൾ 5 കോൽ 6 അങ്കുലവും 8 കോൽ 18 അങ്കുലവും സെൻറ്റിമീറ്ററിലാണെങ്കിൽ 630 സെൻറ്റിമീറ്റർ ഇൻറ്റു 378 എന്നുള്ള കണക്കാണ് അതിനകത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പ്രവേശിക്കുന്നത് നടുമുറ്റത്തേക്കാണ്. നടുമുറ്റം ഒരു ആർച്ച് ഓപ്പണിംഗ് കൊടുത്തിട്ട് ആർച്ച് കഴിഞ്ഞ് അത് വരുന്ന അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 4 കോൽ 10 അങ്കുലവും 3 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് കോർട്ട്യാർഡ് നടുമുറ്റം കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു അങ്കണം വരാന്തയുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ മുകളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെയറും മറുവശത്ത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ സെൻട്രൽ ലൈൻ നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീടിൻ്റെ നടുമുറ്റം കറക്റ്റ് സെൻറ്റർ ചെയ്ത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് 2 മധ്യസൂത്രവും, ഒന്ന് കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള മധ്യസൂത്രവും തെക്ക് വടക്കായിട്ടുള്ള മധ്യസൂത്രവും കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്ന അതിൻ്റെ സെൻട്രലാണ് കോർട്ട്യാർഡ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് നേരെ ഡൈനിങ് ഹാളും മറുവശത്ത് സ്റ്റെയർ കേസും കാർ പോർച്ചും കൂടെ വരുന്ന രീതിയിൽ പ്ലാന് തയ്യാറാക്കി. കിച്ചൺ എന്ന് പറഞ്ഞത് കോലളവിൽ പറയുകയാണെങ്കിൽ 5 കോൽ 14 അങ്കുലവും 4 കോൽ 14 അങ്കുലവും എന്നുള്ള 330 ഇൻറ്റു 402 എന്നുള്ള 20 കോൽ 8 എന്നുള്ള അളവിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചണോടനുബന്ധിച്ച് ഒരു വർക്ക് ഏരിയ ഉണ്ട്. അതും നമുക്ക് കിഴക്കോട്ട് തന്നെ അതിൻ്റെ തീ കത്തിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൗ വയ്ക്കുന്നത് ക്രമീകരിച്ചിട്ടാണ് അതും കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വടക്കോട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഒരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൊത്തത്തിൽ ഏരിയ. അപ്പം നമ്മൾ പിന്നെ ഒരു പൂജാമുറിയും കൂടെ ഇതിൻ്റെ വന്നിട്ടുണ്ട്. പൂജാമുറി വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് അതിലൊരു ചെറിയ പൂജാമുറി 2 കോൽ 10 അങ്കുലം 2 കോൽ 18 അങ്കുലം എന്നുള്ള കണക്കിൽ ഇതിനകത്തൊരു പൂജാമുറി വന്നിട്ടുണ്ട്. ഇത്രയാണ് പ്ലാന് പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ മുകളിൽ ഈ സ്റ്റെയർ കയറി ചെന്ന് ഒരു പോർട്ടിക്കോ, അതിനകത്ത് ഒരു ലിവിങ് സ്പേസും കൂടെ കൊടുത്ത് അതും കൂടെ അതും കൂടെ അതിനകത്ത് കാണുന്നുണ്ട്. അത് അതിൽ ഒരു ലിവിങ് സ്പേസും നടുമുറ്റവും അതിന് മുകളിൽ ഇരിക്കാനുള്ള ഒരു ചാരു ബെഞ്ച് അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്പേസോട് കൂടിയാണ് ഈ വീട് നമുക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ട് അളവുകൾ ഇതിനകം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. അത് പൂർണ്ണമായിട്ടും ആ അളവ് പ്രകാരമാണ് ആ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റ് സവിശേഷതകൾ ഞാൻ ലഘുവായിട്ട് സൂചിപ്പിക്കാം. ഇത് ഒരു ഒറ്റ നിലയായിട്ടുള്ള ഒരു 4 കെട്ട് ഭവനമാണ്. അവർ 2008 പൂർത്തിയാക്കിയെന്ന് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് അവർക്ക് ഒരാവശ്യമായിട്ട് അവിടെ വീട്ടിൽ പോവുകയും ആ വീട് ചെന്ന് ആ സമയത്തെടുത്ത കുറച്ച് ഇൻറ്റീരിയർ വീട്ടിൻ്റെ അകവശവും പുറകുവശവുമുള്ള വീഡിയോസും അതിൻ്റെ ഫോട്ടോസും ഞാൻ നിങ്ങളോട് ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. അത് പരിശോധിക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ വീട് വളരെ ഭംഗിയായിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ 2008 പണിത് കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വേറൊരു ആവശ്യം അവിടെ പോകുമ്പോഴും സാധാരണ ഞാൻ ചെയ്ത വീടുകളൊക്കെ ഇടയ്ക്കൊന്ന് പോകുമ്പോൾ അവിടെ കയറി അവരെ കാണുന്ന ഒരു പതിവുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഈ വീടും പോയി സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ അവരെന്ത് മനോഹരമായിട്ട് എത്ര സന്തോഷത്തോടു കൂടി ആ വീട് ഇന്നും പരിപാലിച്ചു പോകുന്നതിന് വളരെ വ്യക്തമായ ചില ഫോട്ടോഗ്രാഫും
വീഡിയോസ് ഞാൻ ഇതോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അത് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ ചെന്ന് കാണുമ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് നമുക്ക് വടക്കാണ്. വടക്ക് നിന്ന് കയറുന്ന ഒരു സ്ഥലത്ത് ആ ഡോറ് തന്നെ ഒരു വളരെ ഭംഗിയായിട്ട് അത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീട്ടിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു ഡ്രോയിങ് ഹാളും അത് കഴിഞ്ഞാൽ ഉടനെ ഒരു നടുമുറ്റവും അത് അതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ ബെഡ്റൂമും എല്ലാം തന്നെ ആ നടുമുറ്റം തന്നെ നോക്കി അവർ എത്ര മനോഹരമായിട്ട് അത് അലങ്കരിച്ച് അത് സംരക്ഷിച്ച് പോകുന്നു. അപ്പോൾ ആ വീട്ടിൻ്റെ ഒരു സന്തോഷം നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ആ കോർട്ട്യാർഡിനകത്ത് അവർ ബബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് പല ഡെക്കറേഷനും ഒക്കെ ചെയ്ത് പിന്നെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ, അതിൻ്റെ അടിവശത്തൊരു സോഫ സെറ്റി, പിന്നെ പെയിൻറ്റിങ് നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും അലങ്കരിച്ച് എനിക്ക് അതിശയം തോന്നി. ഞാൻ വീട് ചെന്നപ്പോൾ ഇത്രയും വർഷമായിട്ടും അവർ ഇത്രയും ഭംഗിയായിട്ട് ഈ വീട് ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. കാരണം സ്റ്റെയർ കേസ്, അതിൻ്റെ അടിയിൽ ഒരു ഡൈനിങ് ഹാള്, ആ ഡൈനിങ് ഹാളിൽ തന്നെ അവർ അതിനെ വളരെ ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ നമുക്ക് കയറിയിട്ട് നടുമുറ്റം കഴിഞ്ഞ് മറ്റ് ഇതില്ലാത്ത ഒരു ഗ്രില്ല് കൊണ്ട് ഒരു ഗ്രില്ല് ചെയ്യും. ആ ഗ്രില്ലിൻ്റെ ഒരു അഭംഗി തോന്നാത്ത രീതിയിൽ അതിൽ വളരെ നല്ല രീതിയിലുള്ള പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു ഡെക്കറേഷൻ, അതിൻ്റെ അടിവശത്ത് നമുക്ക് നല്ല രീതിയിൽ ചെടിയെല്ലാം വെച്ച് അലങ്കരിച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ്, വളരെ ഐശ്വര്യമുള്ള ഒരു വീട്. ആ വീടിൽ ഞാൻ ചുറ്റും നോക്കി നടന്നപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിന് കൗതുകം തോന്നിയ ഒരു ബുദ്ധൻ്റെ ഒരു ചിത്രം, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കുറച്ച് ഫോട്ടോസ് അവിടെ നല്ല രീതിയിൽ അതിനകത്ത് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു വീട്. പിന്നെ അതിൻ്റെ പുറമേ നോക്കുമ്പോൾ തന്നെ ആ പ്രകൃതി ഭംഗിയോട് വീടിനെ ശരിക്കും പറഞ്ഞാൽ ആ പ്രകൃതിയുമായിട്ട് ലയിപ്പിച്ച് ഉള്ള ഒരു ഗാർഡനിങ് സിസ്റ്റവും കൂടെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഒരു നല്ല ഗൗളിയാത്ര തെങ്ങ്, ഒരു ചെന്തെങ്ങ് അതിനകത്ത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിനോട് ചേർന്ന് അത് അങ്ങനെ ഒരു 3-4 എണ്ണം ഒരേപോലെ കാഴ്ച നിൽക്കുന്ന ഒരു ഭംഗി അതും കണ്ടു. പിന്നെ നല്ല രീതിയിലുള്ള പച്ചക്കറികളും ചുറ്റും ചെടിയും എല്ലാം കൊണ്ട് ഒരു ഭയങ്കര സുഖമുള്ള ഒരു വീടായിട്ട്, അനുഭവമുള്ള ഒരു വീടായിട്ട് ഞാൻ അത് കാണുകയുണ്ടായി. അവരുമായിട്ട് അല്പസമയം കുശലം പറഞ്ഞു, ആഹാരം കഴിച്ചു. അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. സാറ് നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് പണി കഴിപ്പിച്ചു തന്ന ഈ വീടാണ്. ഇവിടെ താമസിക്കുന്നത് വളരെ നമുക്ക് നല്ലൊരു അനുഭവമാണ്. എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വീട് കാണുമ്പോഴും എല്ലാം. അർജുൻ സാറിന് ഒരുപാട് നന്ദി. അർജുൻ അസോസിയേഷൻസ് ഡിസൈൻ ചെയ്ത ഈ വീട് നല്ല
ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലി, അവരുടെ ഫാമിലി എല്ലാം വീട്ടിൽ വരുമ്പോൾ ആദ്യം പറയുന്ന വീട് നല്ല രസമുണ്ട്, പാചക അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് അശോക് കുമാർ. എൻ്റെ വീട് മാവേലിക്കരയാണ്. ഇത് എൻ്റെ ഫാമിലിയാണ്. വൈഫ് ധന്യ ചന്ദ്രദാസ്, മോള് ആരിക അശോക്, മകൻ UK പഠിക്കുകയാണ്. ഞങ്ങൾ ഈ വീട് 2008 സ്റ്റാർട്ട് ചെയ്തു. കുറെ വർഷത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ പല ഈ നാലുകെട്ടിനെ കുറിച്ച് കേരളീയ സ്റ്റൈലിൽ ഒരു വീട് വെക്കണമെന്ന് താല്പര്യപ്പെട്ടപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിനകത്ത് ഇത് കണ്ടിട്ടാണ് അബ്ദുൽ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് സാറിൻ്റെ ഓഫീസിൽ പോയി സാറിനെ കണ്ടു. സാറിൻ്റെ സൈറ്റ് കണ്ടു. എന്നിട്ട് സാറ് ഞങ്ങൾക്ക് 2-3 ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം 2008 നമ്മൾ പണി തുടങ്ങി. 11-12 മാസം കൊണ്ട് ഞങ്ങൾ ഈ വീടിൻ്റെ പണി തീർത്തു. ആദ്യത്തെ ഒരു സ്റ്റേജിലാണ്. അത് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് സ്പെഷ്യലി ആ സാർ എനിക്ക് തോന്നുന്നത് അതിൽ 4-5 പ്രാവശ്യം ആ പണി നടക്കുന്ന സമയത്ത് വന്നു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. നമ്മുടെ കോൺട്രാക്ടർ എടുക്കാനായാലും എഞ്ചിനീയർ എടുക്കാനായാലും സാറിൻ്റെ ഈ അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ വീട് ഇത്രയും ചെയ്തത്. ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം സാറ് 2ാമതൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ഇതിനെ നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഇവിടെ ഗാർഡൻസും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഞങ്ങൾ എപ്പോഴും സാറിനോടാണ് ഇതിനകത്ത് നന്ദിയുള്ളത്. എന്ന് വെച്ചാൽ സാറിൻ്റെ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ അഡ്വൈസ് നമ്മൾ വീട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സാറിനെ 2ാമത് വിളിക്കാനും കാര്യം ഈ ഒരു ഇതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വേറെ ആരെയും നമ്മൾ വിളിക്കാതെ സാറിനെ തന്നെ വിളിച്ച് നമുക്കൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാറിനെ തന്നെ 2ാമത് വിളിച്ചു. നിങ്ങളെല്ലാവരും ഈ വീട് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീടുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.